ഹലോ ഗൈസ്. വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങോട്ടാന്നൊക്കെ വഴിയെ പറഞ്ഞേരേ. പോണ വഴിക്ക് ഇതായി ഒരു പുളിമുട്ടായി ഉണ്ടല്ലോ, അത് വാങ്ങിച്ച്. പുളിമുട്ടായി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അമ്മയും കൂടെ ഉണ്ടേ. ഈ വഴി കാണുമ്പോൾ തന്നെ പലവർക്കും മനസ്സിലായിട്ടുണ്ടാവും, മലപ്പുറംകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഏതാ റൂട്ട് എന്നുള്ളത് അല്ലേ. പിന്നെ അവിടെ എത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ അതേതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. ഇതിൻ്റെ അകത്ത് കയറിയ പുറത്തത്തെ അപേക്ഷിച്ചിട്ട് കുറച്ച് തണവുണ്ട് കേട്ടോ. പക്ഷേ ചൂടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ചൂടുണ്ടേ. അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50 രൂപ കേട്ടോ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അതേ 2 വഴി കാണാം. നമുക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിൻ്റെ സെൻട്രലായിട്ടൊരു പ്രതിമ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സംഭവം കാണാം. പക്ഷെ അത് എന്ത് പ്രതിമയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. കണ്ടില്ല, ഫുള്ള് പച്ചപ്പും ഹരിതാപവും. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപത്തിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. നേരത്തെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ലേ, അതിൻ്റെ അവിടുത്തെ പാലാണ് കേട്ടോ അത്. സംഭവം നല്ല രസമാണ് കേട്ടോ കാണാൻ. കുറച്ച് സൗണ്ടും ഒക്കെ കൂടെ ആയിട്ട് വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് പോകുക. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലത്തെ ഒരു തേക്കിൻ്റെ വേരൊക്കെ വെച്ചിട്ടുള്ള സംഭവമുണ്ട്. അങ്ങനെ ഇതേ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ഇതേപോലത്തെ ഒരു വലിയൊരു തേക്കിൻ്റെ പോർഷനാട്ടോ കാണുക. പിന്നെ അതേ കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതേപോലത്തെ ഒരു സംഭവം കാണും, വെയിലൊക്കെ കിട്ടിയ പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ 2 തേക്കാണ്. രണ്ട് തേക്ക് അതിൻ്റെ അകത്തുള്ളൂ. അത് നല്ല നീളമുണ്ട്, നല്ല വണ്ണമുണ്ട് കേട്ടോ. ഇതാണ് ആ തേക്ക്. പിന്നെ അത് എങ്ങനെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ ഉള്ളിൽ ബാക്കി പിറകെ ഉള്ളതൊക്കെ പെയിൻറ്റും ആ തടിയും താഴെയുള്ള വേരും മാത്രമാണ് ഒറിജിനൽ, ബാക്കിയൊക്കെ പെയിൻറ്റിങ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ തേക്ക് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടാവും. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്പേസ് ആട്ടോ. എനിക്ക് തോന്നുന്നു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അതിൻ്റെ ഓരോ വലിപ്പം അനുസരിച്ചിട്ടാണ് തേക്ക് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അതേ ഭൂമിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതാ ഒരു തേക്ക്, ഇത് ഒറിജിനൽ തേക്ക് തന്നെയാണ്, എനിക്കൊന്നും പോളിഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ 2 തവളക്കുട്ടന്മാരിരുന്ന് ചെസ്സ് കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അതിൻ്റെ താഴത്തുള്ള പോണ്ടിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മീനുകളാണേ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഇഷ്ടം പോലെ പൂക്കളാട്ടോ. നമ്മൾ ഈ ലേഡീസ് എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മളെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ചെടികളായിരിക്കും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ വെള്ളച്ചാട്ടമുണ്ട്. അയ്യോ, ആരാണ് എന്താണ് നിങ്ങളാരെങ്കിലും കണ്ടാൽ പോലെ അവിടെ നിൽക്കുന്നത്? നല്ല രസമാട്ടോ കാണാൻ. നല്ല തണുപ്പാട്ടോ അവിടെ, കാരണം വെള്ളം ഇങ്ങനെ ചാടുമല്ലേ. എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തണുപ്പായിരിക്കുമല്ലോ. പിന്നെ അതേ കുറേ ചെത്തി മിനുക്കി പല ഷേപ്പിലും വെച്ച് ഒരുപാട് ചെടികളുണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്കത് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഇങ്ങനത്തെ കുറേ പോണ്ടുകൾ, ഇഷ്ടം പോലെ ആമ്പലും താമരയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഈ സ്റ്റാച്ചു അടിപൊളി ലുക്കാട്ടോ കാണാൻ. എനിക്കിത് കണ്ടപ്പോൾ തൊട്ടൊന്ന് പെയിൻറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.